ഇറാൻ അമേരിക്ക ആണവ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞ സാഹചര്യത്തിൽ ഉടൻ ഇസ്രായേൽ വിടാൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അമേരിക്ക. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയാണ് നിർദ്ദേശം. അമേരിക്ക ഇറാനെതിരെ വൻ ആക്രമണത്തിനാണ് പദ്ധതിയിടുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അത്യാവശ്യമല്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളും ഉടൻ ഇസ്രായേൽ വിടണം. ഇസ്രായേലിലേക്കുള്ള അനാവശ്യ യാത്ര ഒഴിവാക്കാനും അമേരിക്ക പൗരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിലെ അമേരിക്കൻ അംബാസിഡർ മൈക്ക് ഹക്കബി എംബസി ജീവനക്കാർക്ക് അയച്ച സന്ദേശത്തിലും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചർച്ചകളുടെ 4ാം ഘട്ടം അടുത്ത ആഴ്ച വിയന്നയിൽ ചേരും. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അരാക്ചിയും തമ്മിൽ ഒമാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന ഒമാൻ വിദേശകാര്യമന്ത്രി വാഷിംഗ്ടണിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തും. ആണവ കേന്ദ്രങ്ങൾ തകർക്കാനും യുറേനിയം ശേഖരം കൈമാറാനും നിർദ്ദേശം ഉയർന്നതായുള്ള വാർത്തകൾ ഇറാൻ തള്ളിയിട്ടുണ്ട്. തങ്ങൾക്കു മേലുള്ള ഉപരോധങ്ങൾ പിൻവലിക്കാൻ സമ്മർദ്ദം തുടരുകയാണ് ഇറാൻ. അമേരിക്കൻ പടക്കപ്പൽ US ജെറാൾഡ് ഫോർഡ് ഇന്ന് ഇസ്രായേൽ തുറമുഖമായ ഹൈഫയിൽ എത്തും. ജെറാൾഡ് ഫോർഡിന് തകരാറെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും കപ്പൽ സജ്ജമാണെന്ന് US നാവികസേന അറിയിച്ചു. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കില്ലെന്ന് ആവർത്തിച്ച് പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ രംഗത്തെത്തിയിരുന്നു. നയതന്ത്രത്തിനാണ് മുൻഗണനയെങ്കിലും സൈനിക നടപടി സ്വീകരിക്കാനുള്ള അവകാശം അമേരിക്കയിൽ നിക്ഷിപ്തമാണെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസും പറഞ്ഞിരുന്നു. ലോകത്തിലെ ഏറ്റവും മോശം ഭരണകൂടത്തിന് ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ അനുവാദം നൽകാനാവില്ലെന്നും വാൻസ് പറഞ്ഞു. അതേസമയം ഇറാനുമായുള്ള ചർച്ചകളിൽ സന്തുഷ്ടനല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിലും വേണ്ടി വന്നേക്കാം എന്നാണ് പറയുന്നത്. ജനീവ സമാധാന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതിന് പിന്നാലെയായിരുന്നു പ്രതികരണം. പശ്ചിമേഷ്യയിൽ അമേരിക്ക ദീർഘകാല യുദ്ധത്തിനല്ലെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുകയും ചെയ്തു. തിങ്കളാഴ്ച മുതൽ വിയന്നയിൽ വീണ്ടും ചർച്ച നടക്കും. US വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോ നാളെ ഇസ്രായേലിലെത്തും. ഇറാൻ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുവരെയുള്ള നയതന്ത്ര ചർച്ചകളിൽ തൃപ്തിയില്ല. ഒരു വലിയ ബുദ്ധിമുട്ടുള്ള തീരുമാനം വരാനിരിക്കുന്നു. ഇറാൻ ആണവശേഷി നിർത്തലാക്കണം, നയതന്ത്ര പരിഹാരത്തിനാണ് മുൻഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. US വൈസ് പ്രസിഡന്റ് JD വാൻസ് അറിയിച്ചതും ശ്രദ്ധേയമാണ്. ഇറാനെതിരെയുള്ള സൈനിക നടപടി പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനമാണ്. അദ്ദേഹം എന്ത് തീരുമാനമെടുക്കുമെന്ന് പറയാൻ കഴിയില്ലെന്നും വാൻസ് വാഷിംഗ്ടണിൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതേസമയം ഇറാൻ അമേരിക്ക ആണവ ചർച്ചകളിലെ പുരോഗതി പങ്കുവച്ചു ഒമാൻ വിദേശകാര്യമന്ത്രിയും രംഗത്തെത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ സാധ്യമാണെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. ഇറാൻ ബോംബ് നിർമ്മിക്കുകയായിരുന്നില്ല എന്നതാണ് പ്രധാനമെന്നും ഇക്കാര്യം ഇറാൻ സമ്മതിച്ചത് വലിയ നേട്ടമാണെന്നും ഒമാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. കയ്യിലുള്ള യുറേനിയ ശേഖരം ഇറാൻ ഉപേക്ഷിക്കും. തിരികെ മാറ്റാൻ കഴിയാത്ത വിധം ഇന്ധനമാക്കി മാറ്റുകയാണ് ചെയ്യുക. ആണവ ശേഖരം സംബന്ധിച്ച് IAEAയുടെ നിരന്തര പരിശോധനയും ഇറാൻ അംഗീകരിച്ചു. ചരിത്രത്തിൽ മുമ്പില്ലാത്ത വിധത്തിലുള്ള ചില ധാരണകൾക്ക് ഇറാൻ സമ്മതിച്ചു എന്നാണ് പ്രധാന മധ്യസ്ഥ രാഷ്ട്രമായ ഒമാൻ അറിയിക്കുന്നത്. അമേരിക്ക ആക്രമണം നീട്ടിവെക്കേണ്ടി വരുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ മറുപടി ഉണ്ടായിരുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനത്തിൽ എത്താനാകുമെന്നും യുദ്ധമില്ലാതെ തന്നെ പരിഹാരം കാണാമെന്നുമാണ് വ്യക്തമാക്കിയത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.